ഭൂട്ടാൻ വാഹന തട്ടിപ്പിൽ ഉൾപ്പെട്ട വാഹനങ്ങളെന്ന് കരുതി ഈ വണ്ടികൾ പിടിച്ചെടുത്തുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ നടൻ അമിത് ചക്കാലക്കൽ റിപ്പോർട്ട് ടിവിയോടൊപ്പം ചേരുകയാണ്. ഈ കസ്റ്റംസ് പ്രധാനമായി ഇപ്പോൾ അന്വേഷിക്കുന്നത് അമിത് ചക്കാലക്കൽ ഈ വാഹന ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ഇടനിലക്കാരൻ ആണെന്നുള്ള സംശയത്തിൻ്റെ പേരിലാണ്. അതെ, ആക്ച്വലി ഇത് ഇപ്പോഴല്ല, കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലാണ് ആദ്യമായിട്ട് നമ്മുടെ ഗരാജിൻ്റെ അവിടെ ഏറ്റവും കൂടുതൽ വണ്ടികൾ വന്ന് ഇതേപോലെ തന്നെ കസ്റ്റംസ് ചെക്ക് ചെയ്തു. ഓരോ വാഹനത്തിന് സമൻസ് വന്നു. അതിൻ്റെ ഓണേഴ്സിനോടെല്ലാം ഡോക്യുമെൻറ്റ്സ് കൊടുക്കാനായിട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ അന്ന് തന്നെ നമ്മൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യുകയും അതിൻ്റെ ക്ലാരിറ്റി എല്ലാം വരുത്തിയതാണ്. ഇപ്പോൾ ഇത്രയും ഹാർഷായിട്ട് കുറേ വണ്ടികൾ വരികയും ഇങ്ങനത്തെ ഒരു ഓപ്പറേഷനൊക്കെ ആയിട്ട് വന്നപ്പോൾ രണ്ടാമത് വന്നു. അപ്പോൾ രണ്ടാമത് വന്ന സമയത്ത് അന്ന് വന്നതിൽ പണി തീർന്ന് പോകാതിരുന്ന ഒരു 2 വാഹനവും ബാക്കി പുതിയതായിട്ട് ഇപ്പോൾ വന്ന വാഹനങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിൽ വന്ന സമയം കസ്റ്റംസ് ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ വാഹനം 99 തന്നെ ഇവിടെ രജിസ്റ്റർ ചെയ്ത് അന്ന് തൊട്ട് എൻ്റെ കയ്യിൽ തന്നെ 5 വർഷമായിട്ടുണ്ട്. കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ആൾക്കാരുള്ളതിൻ്റെ എല്ലാം പ്രൂഫും എല്ലാമായിട്ട് അന്ന് കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ വർക്കിന് വന്ന ഒരു വണ്ടിയും കിടക്കുന്നുണ്ട്, അവിടെ 6 കിടക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം 8 വാഹനമായി. അപ്പോൾ 8 വാഹനത്തിനും കെയർ ഓഫ് അമിത് എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് വ്യക്തമായിട്ട് അറിയാം കസ്റ്റംസിന്. ഇതിന് ഞാൻ അന്ന് തന്നെ വിളിപ്പിച്ചപ്പോൾ ഓരോ വണ്ടിയുടെ വാഹനത്തിൻ്റെ ഓണേഴ്സ് ആരൊക്കെയാണ്, ആ വാഹനങ്ങളൊന്നും എൻ്റെ അല്ലെന്നൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കുകയും ചെയ്തു. പക്ഷേ മീഡിയക്ക് കിട്ടുന്ന സമയത്ത് എന്തായി, 8 വാഹനങ്ങൾ അമിത് ചക്കാലക്കലിൻ്റെ എന്ന് പറഞ്ഞാണ് പറയുന്നത്. പക്ഷേ കസ്റ്റംസിന് അത് വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഈ വണ്ടികളൊന്നും എൻ്റെ അല്ലെന്നും ഇന്ത്യൻ ഓണേഴ്സിൻ്റെ ആണെന്നും. പിന്നെ ആ സമയം രണ്ടാമത് ചോദിച്ചത്, ഇപ്പോൾ ഈ ഭൂട്ടാൻ സംഭവമായിട്ട് കഴിഞ്ഞ വർഷം കോയമ്പത്തൂരുള്ളൊരു ടീമിനെ പിടിച്ചിരുന്നു. ഇവരെന്ന് വെച്ചാൽ ഇന്ത്യയിൽ എല്ലാ പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്കും പാർട്സ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, യൂസ്ഡ് പാർട്സ്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ഇപ്പോൾ ഡോർ പാഡുകൾ, പിന്നെ ഗ്ലാസ് വൈൻഡറുകൾ, ഗിയർ ബോക്സിൻ്റെ പാർട്സ്, എഞ്ചിൻ്റെ പാർട്സ്, അങ്ങനെയൊക്കെ അവരുടെ അടുത്ത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ കസ്റ്റംസുകാർ കറക്റ്റായിട്ട് എന്നോട് തന്നെ ചോദിച്ചു, അതായത് ഈ ആളുടെ അടുത്ത് നിന്ന് അമിത്തിൻ്റെ ബന്ധമുണ്ട്. ഞാൻ പറഞ്ഞു പാർട്സ് വാങ്ങിച്ചിട്ടുണ്ട്. എന്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്? ഞാൻ പറഞ്ഞു ഇന്ന സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ഞാൻ സാധനം വിട്ടുപോയി. അത് കറക്റ്റായിട്ട് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, ഗിയർ ബോക്സ് ഇന്ന സാധനം വാങ്ങിച്ചിട്ടില്ല, ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് സാർ. അപ്പോൾ ഇതെല്ലാം ഈ ഭൂട്ടാൻ വണ്ടികളാണെന്ന് പറഞ്ഞാൽ അവർ പിടിക്കുന്നതിന് തൊട്ട് മുമ്പ് നടന്ന കാര്യങ്ങളാണ്. നമുക്കും അതറിയില്ല. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ പിന്നെ ഒരുപാട് ആൾക്കാർ വാങ്ങലും നിർത്തിയിട്ടുണ്ട്, ഓണേഴ്സ്. അപ്പോൾ ഇത് ഇന്ത്യയിൽ ഇപ്പോൾ പഴയ വാഹനം ഉപയോഗിക്കുന്ന ആരോട് ചോദിച്ചാൽ അറിയാം. നമ്മൾ എങ്ങനെയെങ്കിലും എവിടെ പാർട്സ് കിട്ടും എന്ന് പറഞ്ഞാൽ നോക്കിയാൽ അവൻ വാങ്ങുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ വാങ്ങി നമ്മളുടെ വണ്ടി പണി കഴിഞ്ഞ് പോകണം എന്നുള്ള ചിന്തയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അവരൊക്കെ മിക്കവാറും ആരുടെയെങ്കിലും അക്കൗണ്ട് നമ്പർ തരും. ഈ അക്കൗണ്ട് നമ്പറൊക്കെ പ്രശ്നക്കാരാണോ, നാളെ അത് നമുക്ക് പ്രശ്നമാവെന്ന് അറിയില്ല. നമ്മൾ പൈസ ഇട്ട് കൊടുക്കും, സാധനം വാങ്ങും, എത്രയും വേണ്ടത് വണ്ടി പണിത് ഇറക്കണം. അല്ലെങ്കിൽ പൈസ ഇപ്പോൾ കസ്റ്റമർ ഇട്ടാൽ തന്നെ അവർ നെക്സ്റ്റ് ഡേ ചോദിക്കണത് വണ്ടി എന്തായി, സാധനം എന്തായി, കിട്ടിയോ. അപ്പോൾ നമ്മൾക്കിത് ഫിനിഷ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ധൃതിയിൽ പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പോൾ സാറ് ചോദിക്കുമ്പോഴാണ് അതിൻ്റെ പ്രശ്നങ്ങൾ. നാളെ ഇവർ ഈ പൈസ വാങ്ങിയ ആൾക്കാർ ഭൂട്ടാൻ കള്ളക്കടത്ത ആൾക്കാരാണെങ്കിൽ പെട്ടു. ഇനി നമ്മൾ അതിൻ്റെ പുറകെ നമ്മളുടെ ഇതായിട്ട് നടക്കണം. പക്ഷെ അങ്ങനെ കുറേ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ വാഹന തട്ടിപ്പിൽ ഉൾപ്പെട്ട ആളുകളെന്ന് സംശയിക്കുന്നവരോട് പാർട്സ് വാങ്ങിയ ബന്ധം മാത്രമാണ് ഉള്ളത്. പാർട്സ് വാങ്ങിയിട്ടുണ്ട്. അവരുടെ അടുത്തുനിന്ന് ഒരു കഴിഞ്ഞ നവംബറിലാണ് അവരെ പിടിച്ചത്. അതിന് മുമ്പൊക്കെ നമ്മൾ വർക്ക്ഷോപ്പിൽ വന്ന വാഹനങ്ങൾക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അതെല്ലാം കറക്റ്റ് ഡീറ്റെയിൽസ് കസ്റ്റംസിന് എടുത്തുണ്ട്. അവർ കറക്റ്റായിട്ട് എന്നോട് ചോദിച്ചു, ഇന്ന സാധനങ്ങൾ വാങ്ങിച്ചിട്ടില്ലേ, ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് സാർ, എല്ലാം പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട സംശയം ഉന്നയിക്കുന്നത് ഈ തട്ടിപ്പിൽ ഉൾപ്പെട്ട വണ്ടികളെന്ന് സംശയിക്കുന്ന ഇത്രയും വാഹനങ്ങൾ അമിത്തിൻ്റെ ഗാരേജിൽ എങ്ങനെ എത്തി എന്നുള്ളതാണ്. ഓരോ ഓണേഴ്സ്, ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ വണ്ടിയിൽ കാണുന്ന പല സാധനങ്ങളും ഞാൻ ബൈ ഹാൻഡ് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നതിൽ നിന്ന് നമ്മൾ ബൈ ഹാൻഡ് ഉണ്ടാക്കി, ഇപ്പോൾ ഒരു മോണറ്റിൻ്റെ അവിടെ ചില സാധനങ്ങളായിരിക്കാം, ഒരു വീലാർസിൻ്റെ ആയിരിക്കാം. പിന്നെ എൻ്റെ വണ്ടി വളരെ മോശം സിറ്റുവേഷൻ ആയിരുന്നു. അത് ഞാൻ പണിത് നല്ല ഭംഗിയാക്കി, കയറാത്ത മലയില്ല, കാണിക്കാത്ത അഭ്യാസമില്ല, പോകാത്ത സ്റ്റേറ്റ്സ് ഇല്ല. അപ്പോൾ ഇത് കാണുമ്പോൾ ഈ വണ്ടി വാങ്ങിച്ചിട്ട് നല്ല പൈസ ഉള്ളവരായിരിക്കാം, സമയമില്ല ഇത് നടക്കാനായിട്ട്. അപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുമോ. ഞാൻ കൊടുത്തു വിട്ടു എന്ന് പറഞ്ഞ് വാങ്ങി റെഡിയാക്കിയിട്ടുണ്ട്. 1-2 വണ്ടികൾ റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും അവരുടെ കോൺടാക്ട്സിലുള്ള ആൾക്കാർ, എനിക്ക് പോലും പരിചയമില്ലാത്ത ആൾക്കാർ വണ്ടികൾ കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ കുറേ വണ്ടികൾ ഞാൻ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. കുറേ വണ്ടികൾ ചത്ത അവസ്ഥയിൽ നിന്ന് ഞാൻ റെഡിയാക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ വാഹനങ്ങൾ എന്നെ അന്വേഷിച്ച് വരാൻ തുടങ്ങിയത്. അപ്പോൾ എന്നെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞ് ഈ വാഹനങ്ങൾ റെഡിയാക്കിയിരിക്കുന്ന സമയത്ത് കസ്റ്റംസ് വരുമ്പോൾ ഇത്ര വാഹനങ്ങൾ. അപ്പോൾ ഈ ഗറാജിൽ ചില വർക്ക് ഈ ഗറാജിലാണ് ചെയ്യണത്, ചില വേറെ സ്ഥലത്ത് വയറിങ്ങിൻ്റെ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കും. ചില ആൾക്കാർ AC-യുടെ വർക്കിന് മിടുക്കന്മാരാണ്, ചില ആൾക്കാർ എന്താ പറയുക റിങ്സിൻ്റെ ഒക്കെ ഇത്. അപ്പോൾ ഓരോ സ്ഥലത്ത് ചെയ്യിപ്പിച്ച് വരുമ്പോൾ ഇതൊക്കെ ആരുടെ നോക്കും അമിത്തിൻ്റെ എന്ന് പറയണത്. പക്ഷെ എൻ്റെ ഒരു വാഹനമുള്ളൂ. അത് കണ്ടിട്ടാണ് ഈ വാഹനങ്ങളെല്ലാം വർക്കിന് വന്നത്. അമിത്തിൻ്റെ ഈ മധ്യപ്രദേശ് രജിസ്ട്രേഷനുള്ള വാഹനം വാങ്ങി ഇത്രയും കാലമായിട്ടും എന്തുകൊണ്ട് റീ രജിസ്ട്രേഷൻ നടത്തിയില്ല എന്നുള്ള കാര്യമാണ്. കാരണം 1 വർഷത്തിനുള്ള റീ രജിസ്ട്രേഷൻ നടത്തണം. അതെ, അത് മെയിൻലി ഞാൻ ഇപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം തന്നെ നോക്കിയറിയാം, ഞാൻ എല്ലാ മാസവും കണ്ട് കേരളത്തിൻ്റെ പുറത്തോട്ടും എല്ലായിടത്തും ഓൾ ഇന്ത്യ ട്രാവൽ ചെയ്യുന്ന ആളാണ്. അതിൻ്റെ ലാസ്റ്റ് റീൽ കണ്ടറിയാം, ഞാൻ എൻ്റെ അകത്ത് തന്നെയാണ് കിടന്നുറങ്ങുന്ന ബെഡുള്ളത്. അപ്പം മിക്കവാറും അങ്ങനെ ഹോട്ടൽ റൂംസ് ഒന്നും എടുക്കാറില്ല, കിടന്നുറങ്ങി തന്നെ ബഡ്ജറ്റ് ട്രാവലിംഗ് ആണ് ചെയ്യാറ്. അപ്പം ഈ കേരളം വിട്ട് ബ്രദർ ട്രാവൽ ചെയ്തിട്ടുണ്ടോ? കേരളം വിട്ട് പോയി കഴിഞ്ഞാൽ KL വണ്ടിയാണോ
പുറത്തുള്ള രജിസ്ട്രേഷൻ വണ്ടിയാണെങ്കിൽ നമുക്ക് ശല്യം ഇതിനാ കേലവണ്ടിക്കാണ്. ഈ രാത്രി ഇട്ട് കിടക്കുമ്പോഴും പോലീസുകാരാണെങ്കിലും എല്ലാം ഈ പറയുന്ന ആൾക്കാർ പിടിക്കും. പല സമയത്തും പിടിക്കുന്ന സമയത്ത് ഞാൻ മിക്കവാറും പറയും, സർ യു ടേക്ക് മൈ ഗൂഗിൾ എടുക്കാൻ പറയും, ജസ്റ്റ് സെർച്ച് മൈ നെയിം. ഇപ്പം എൻ്റെ പേര് കാണുമ്പോൾ ഇന്ന ആക്ടർ, ഞാൻ ഇന്ന ആളാണ് എന്ന് പറയുമ്പോൾ പലയിടത്തുനിന്നും നമുക്ക് പോകാം. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം വണ്ടി വാങ്ങിയ സമയത്ത് ഞാൻ ഒരു തൃശ്ശൂരുള്ള ഒരു വണ്ടിയായിട്ട് ട്രിപ്പ് പോയി. എന്നെ പിടിക്കില്ല, ഈ കേൽ വണ്ടിനൊക്കെ പിടിക്കും. മദ്യം ഉണ്ടോ എന്ന് നോക്കും. അവസാനം ഞാൻ നിർത്തി തിരിച്ച് വരുമ്പോഴും ഇവരെല്ലാം വിട്ടോണം പിന്നെ പോകാൻ. ഞാൻ അതുകൊണ്ടാണ്, ആ കൺവീനിയൻസിന് വേണ്ടിയാണ് അത് എൻ്റെ പേരിലോട്ട് ആക്കാതിരുന്നത്. പക്ഷേ എന്നാലും 1 വർഷത്തിനുള്ളിൽ മാറ്റണമെന്നുള്ള ഒരു ചട്ടം പാലിക്കാത്തതൊരു പക്ഷേ ഞാനത് 1 വർഷത്തിൽ എൻ്റെ വണ്ടി ഒരു മിനിമം എത്രയോ പ്രാവശ്യം കേരളം വിട്ട് പോയിട്ടുണ്ടെന്നറിയോ. ഇപ്പോൾ എന്താ പറയുക, ഈ വണ്ടി സ്ഥിരം ഇവിടെ യൂസ് ചെയ്യണമല്ല, എപ്പോഴും ട്രാവലാണ് ഞാൻ ആ വണ്ടി കൊണ്ട്. ഇപ്പോൾ ഈ ട്രാവലും ഇതൊക്കെ കണ്ടാണ് മിക്ക ആൾക്കാർക്കും അവരുടെ വണ്ടി അങ്ങനെ ബിൽഡ് ചെയ്യണമെന്ന് പറഞ്ഞ് വന്നത്. ഞാൻ ഒരുപാട് വണ്ടികൾക്ക് അങ്ങനെ ബിൽഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മുൻപ് എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ ഒരു തട്ടിപ്പിന്റെ ഭാഗമായിട്ടുള്ള വണ്ടികളായിരിക്കും കയ്യിലുള്ളത് അല്ലെങ്കിൽ പണിയെടുക്കുന്നത്? ഇല്ല, നമ്മളെന്താ അറിയൂ, നമ്മളുടെ ഇപ്പം ഞാനൊക്കെ ചെയ്ത ഒരു തെറ്റെന്ന് വെച്ചാൽ, ഒരാളൊരു വണ്ടി കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മളുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ആ വണ്ടി വർക്ക് ചെയ്ത് ചില കസ്റ്റമൈസേഷൻ ചെയ്ത് ചില ബോഡി കിറ്റ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഡൈ എടുക്കാം. അപ്പോൾ ഡൈ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടികൾ അവരവർ പോസ്റ്റ് ചെയ്യും, ചിലപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യും. പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ ഇത് കണ്ടിട്ട് വേണം ഇങ്ങനെ സാധനം കിട്ടുമെന്നൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഡൈകൾ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര പീസ് വേണമെങ്കിലും പുറത്തോട്ടൊക്കെ എക്സ്പോർട്ട് ചെയ്യാം ഫ്യൂച്ചറിൽ. അപ്പോൾ ഈ വണ്ടി തന്നു കഴിഞ്ഞാൽ ഓണറിന് എത്രയും പെട്ടെന്ന് വണ്ടി പണിയെടുക്കണം. അപ്പോൾ ഈ സാധനങ്ങൾ എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും യൂസ്ഡൊക്കെ ഒപ്പിച്ച് കൈക്ക് ഉണ്ടാക്കി ഫിനിഷ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചുള്ളൂ. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ പാർട്സ് വാങ്ങിക്കാൻ വേണ്ടി പൈസ ഇട്ട് കൊടുക്കുന്നത് വണ്ടി കൊണ്ടുവരുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള പൊളിച്ചു വെക്കുന്ന ആൾക്കാരായിരിക്കാം. അങ്ങോട്ടൊക്കെ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പൈസ കൊണ്ടുപോയി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ വാങ്ങുന്നതൊക്കെ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വരുമ്പോൾ വലിയ മണ്ടത്തര കാണിച്ചത്. പക്ഷെ ഇതൊന്നും ചിന്തിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇതൊന്നും ചിന്തിക്കാതെ കാണിച്ചു പോയ കുറേ മണ്ടത്തരങ്ങളുണ്ടായിരുന്നത്. അപ്പോൾ ഈ കേസിൽ ഇനിയിപ്പോൾ തുടർ നടപടികൾ അമിത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്തൊക്കെയായിരിക്കും? അല്ല, എന്നെ കറക്റ്റായിട്ട് അവർ പറഞ്ഞു. കറക്റ്റായിട്ട് ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്, 10 ദിവസത്തിനുള്ളിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊടുക്കണം, എന്തൊക്കെ കാര്യങ്ങൾ അവർ എഴുതി തന്നിട്ടുണ്ട്. ഇവിടെ വന്ന ഓണേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ടുപോയി കൊടുക്കുക. ഇനി ആ വണ്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് ആ കൊടുത്ത ഡോക്യുമെൻറ്റ്സിൽ നിന്ന് അവരന്വേഷിക്കും. അത് അവരുടെക്കാണ് അതിൽ പറ്റുള്ളൂ. അപ്പം നമ്മൾ പല ഇതിലുള്ള ഓണേഴ്സ് എല്ലാം വണ്ടി വാങ്ങി RC ബുക്കും കാര്യങ്ങളുണ്ട്, അത് കൊടുക്കുക. ഇനി അതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് അവരന്വേഷിച്ച് പ്രൂവ് ചെയ്യണം. അതെ. അപ്പോൾ ഭൂട്ടാൻ തട്ടിപ്പിൽ ഉൾപ്പെട്ട ഇടനിലക്കാരുമായി പാർട്സ് വാങ്ങി ഉൾപ്പെടെയുള്ള ബന്ധം മാത്രമാണ് തനിക്കുള്ളത്, അല്ലാതെ നേരിട്ട് അവരുമായി യാതൊരു തരത്തിലുള്ള ഇടപാടും നടന്നിട്ടില്ല എന്നാണ് അമിത് ചക്കാലക്കൽ വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പുരപ്പം, റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.